ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ആപ്പിൾ കേസരിയാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ അളവ് കേസരിയുടെ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള എല്ലാവർക്കും അറിയാം, പക്ഷേ ഇതിൻ്റെ അളവ് ഒന്ന് ശ്രദ്ധിക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടി എന്നാന്ന് വെച്ചാൽ ഇച്ചിരി പഞ്ചസാരയാണ്. നമുക്കിപ്പോൾ മെഷറിങ് കപ്പ് കിട്ടുവേ, ആ കപ്പിന് വലിയ കപ്പിന് 2 കപ്പ പഞ്ചസാര എടുത്തേക്കുന്നത്. നെക്സ്റ്റ് എടുത്തേക്കുന്ന റവയാണ്. നമുക്കിപ്പം അളവ് കപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കല്ല, നമ്മുടെ കയ്യിൽ ചായക്കപ്പ് ഉണ്ടാവുകയല്ലേ, അല്ലെങ്കിൽ ഒന്നും വേണ്ട ഒരു ഗ്ലാസ് ഉണ്ടാവുകയല്ലേ, ഏതെങ്കിലും ഒരു സ്റ്റീൽ ഗ്ലാസ് എങ്കിലും ഉണ്ടാവുകയല്ലേ, ആ ഒരു ഗ്ലാസ്സിനാണ് ഈ റവ എടുക്കുന്നതെങ്കിൽ 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് പഞ്ചസാര തന്നെ എടുക്കണം. അതാണ് അളവ്. നെക്സ്റ്റ് അതേപോലെ തന്നെ 1 കപ്പ് നെയ്യ്, പഞ്ചസാര 2 കപ്പ്. പിന്നെ വേണ്ടി ഒരു ഇച്ചിരി ആപ്പിൾ. ഇത് ഏലക്ക പൊടിച്ച് വെച്ചേക്കുക. അതെന്നെ വെളുത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ പഞ്ചസാരയും ഏലക്കയും കൂടി ഇട്ട് പൊടിക്കുവാന്നേൽ നല്ലോണം പൊടിഞ്ഞു വരും. അതിൻ്റെ തരികളൊന്നും കാണുകയില്ല. ഒരു ഇച്ചിരി കൂടുതലിട്ട് പൊടിച്ച് വെച്ചാലും ഉണ്ടല്ലോ മണം പോവില്ല. നല്ലൊരു ടൈറ്റ് കണ്ടെയ്നറിലിട്ട് വെച്ചേച്ചാൽ മതി. പിന്നെ വേണ്ടിയത് കുറച്ച് ബദാം, ഇച്ചിരി കാഷ്യൂ, പിന്നെ കുറച്ച് മുന്തിരിങ്ങ, പിന്നെ വേണ്ടി ഒരു ഇച്ചിരി മഞ്ഞപ്പൊടിയാണ്. ഇപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി നെയ്യ് ഒഴിച്ചേച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ബദാം ഇതൊന്ന് വറുത്തെടുക്കാം. ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള പോലെ ഇട്ടേച്ചാൽ മതി. ഇപ്പം അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ എപ്പോഴും കാണുമായിരിക്കും, അണ്ടിപ്പരിപ്പും കാണും. ഇല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി കപ്പലണ്ടി ഉള്ളതെങ്കിൽ അൺസോൾട്ടഡ് ആയിരിക്കണം എന്നേ ഉള്ളൂ, അതിടാം. പിസ്താഷ്യൂ ഉണ്ടെങ്കിൽ അതിടാം, അതല്ല ഏത് ഡ്രൈ ഫ്രൂട്ട് ആണെങ്കിലും ഇടാം. ബദാം ഇങ്ങനെ മുഴുവനായിട്ട് ഇടാൻ ഇഷ്ടമല്ലെങ്കിൽ അത് മുറിച്ചിട്ടേച്ചാലും മതി. കുറച്ചിട്ടേച്ച് കുറച്ച് മുറിച്ചിടാവേ, അതാ നല്ലത്. അണ്ടിപ്പരിപ്പ് ഇച്ചിരി ഒന്ന് മൂത്ത് വരാറാവുമ്പോഴത്തേക്ക് മുന്തിരിങ്ങായും കൂടെ ഇട്ടു. മുന്തിരിങ്ങയ്ക്കൊന്നും അത്രയും എന്നാ പറയുക മൂപ്പില്ല. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇച്ചിരി ആപ്പിൾ. ആപ്പിൾ മേടിക്കുമ്പോൾ ഒരു ഇച്ചിരി നല്ലത് മേടിക്കണം. എന്നാന്നറിയോ, ചില ആപ്പിൾ ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പോഴത്തേന് കുറച്ച് മാവ് പോലെ ആവുകയല്ലേ, അതല്ലാത്ത ഇച്ചിരി ക്രഞ്ച്നെസ് വരുന്ന ഒരു ആപ്പിളുണ്ട്, അത് മേടിച്ചാൽ മതി. ഒരെണ്ണം മതിയേ. ഇപ്പം അണ്ടിപ്പരിപ്പ് ഒരു ഇച്ചിരി മൂത്തു, ബദാം ഇച്ചിരി മൂത്തു, മുന്തിരിങ്ങായും മൂത്തു. ഇനി ആപ്പിൾ ഒരു ഇച്ചിരി നെയ്യേലൊന്നായാൽ മതി. അങ്ങ് വറട്ടിയെടുക്കുകയൊന്നും വേണ്ട, പക്ഷെ എന്നാലും ഒരു ഇച്ചിരി ഒരു മൂപ്പ്. വറുത്തതെല്ലാം ഇവിടെ ഇരിക്കട്ടെ. എന്നിട്ട് തീ നല്ലതായിട്ടൊന്ന് കുറച്ച് വെച്ച് നമ്മളിവിടെ വെച്ചിരിക്കുന്ന റവയില്ലേ, ഈ നെയ്യിലോട്ട് തന്നെ ഇട്ടേച്ച് ഒന്ന് വറുത്തെടുക്കണം. പക്ഷേ നെയ്യേൽ മൂപ്പിക്കുവാന്നേൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഒരു ഇച്ചിരി നെയ്യ് കൂടി ഇടുക ഞാൻ. ഈ 1 കപ്പ് നെയ്യ് നമ്മൾ പല തവണയായിട്ട് നമ്മുടെ റവയിൽ ചേർക്കുക. കേസരി ഉണ്ടാക്കുമ്പോഴും ചേർക്കുക, അല്ല മൂപ്പിക്കുമ്പോൾ ചേർക്കുക. അങ്ങനെ 1 കപ്പ് റവയും നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കണം, എന്നാലും ആ കേസരിക്ക് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. ഇപ്പം റവ ഒരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞു. ഇനി ഇതിനകത്തോട്ട് ഞാൻ എന്നാ ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി പഞ്ചസാര പകുതിയോളം ഒന്ന് ചേർത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതൊന്നും ആയിക്കോട്ടെ. ആദ്യത്തെ ഒരു പോർഷൻ ചേർന്ന് കഴിഞ്ഞാൽ ഞാൻ ബാക്കിയും കൂടെ അങ്ങ് ചേർക്കുക. ചേർത്തേച്ച് സാധാരണഗതിയിൽ കേസരി വെക്കുമ്പോൾ നമ്മൾ ഇപ്പുറത്തെ അടുപ്പയിൽ കുറച്ച് തിളപ്പിച്ച് വെള്ളം നല്ലോണം തിളപ്പിച്ച് വയ്ക്കും.
പക്ഷെ ആക്ച്വലി ഞാൻ അത്രയും മെനക്കെടാൻ നിന്നില്ല എന്നും പറഞ്ഞു വെച്ചാൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയപ്പം കേസരി ചീത്തയൊന്നും ആയതുമില്ല. അതുകൊണ്ട് ഇപ്പം നല്ല ചൂടായിട്ട് കിടക്കുക നമ്മുടെ പാന്. അന്നേരം എന്നാ ചെയ്യണം, ഇച്ചിരി അങ്ങോട്ട് തീ കുറച്ച് വെച്ച് ഇതിനകത്തോട്ട് നമ്മൾ വെള്ളം ഒഴിക്കും. ഇതിനകത്തോട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. ഫുഡ് കളറാണ് എടുക്കുന്നതെങ്കിൽ അത്, പക്ഷെ ഞാൻ പറയുന്നത് എപ്പോഴും മഞ്ഞൾപ്പൊടിയാണ് നല്ലത്. ഒത്തിരി ഇടരുത്, മഞ്ഞ യോവയ്ക്കും ഒരു നിറത്തിന് വേണ്ടിയാണ്. ഇനിയാന്നു ഇതിനുള്ള ഇച്ചിരി പണി എന്നാന്നോ, ഈ റവ മുഴുവൻ ഈ വെള്ളത്തെ നല്ലോണം പിടിക്കണം. അതൊരു ഇച്ചിരി എന്താ പറയുക, അലുവ ഒക്കെ വറുത്തുകയല്ലേ എന്ന് പറഞ്ഞാൽ അലുവോളം പണിയൊന്നുമില്ല. എന്നാലും ഇച്ചിരി ഒരു 2 seconds 3 seconds പറയാനൊക്കെ അല്ല, 5 minutes എങ്കിലും പറയണം. ഞാൻ പറഞ്ഞില്ലേ ഒരു 5 minutes മതി. അപ്പോഴത്തേക്ക് നമ്മുടെ റവ ഇങ്ങനെ കുറുകാൻ തുടങ്ങി. കുറുകുമ്പോഴത്തേന് ഒരു ഇച്ചിരി നെയ്യ് ഒഴിച്ച് കൊടുത്തേക്കണം. അതായത് ഈ 1 കപ്പ് നെയ്യും നമുക്ക് ഈ റവയ്ക്കകത്തോട്ട് ചെന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതായത് നമ്മൾ അലുവയൊക്കെ ഉണ്ടാക്കാൻ നേരം ഇടയ്ക്കിടയ്ക്ക് നെയ്യും ഡാൽഡായും എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കത്തില്ലേ എന്ന് പറഞ്ഞ കൂട്ട് തന്നെ ഇതിനകത്തും അതുപോലെ തന്നെ ഒഴിക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി ഏലക്കാപ്പൊടിയും കൂടി ഇട്ടോ. എന്നാന്നോ അതിനകത്ത് ഫുള്ള് പെരണ്ട് വരുമ്പോഴത്തേനെ ആ ഒരു മണം വരുവുള്ളൂ, അല്ല അവിടെ ഇവിടെ ആയിപ്പോവും ഏലക്കായ. ഇപ്പം തന്നെ നമ്മുടെ കേസരി ഓൾമോസ്റ്റ് ആയി. ഇതിന് വലിയ പണിയൊന്നുമില്ല. ഞാൻ ഇപ്പോൾ ചേർത്തേക്കുന്ന കേസരിയിൽ ശരിക്കും പറഞ്ഞാൽ പഞ്ചസാര 2 കപ്പായിട്ടിരിക്കുന്നത്. പക്ഷേ എന്നാലും ഉണ്ടല്ലോ ആ ഒരു മധുരം നിങ്ങൾ വിചാരിക്കും ഇച്ചിരി കൂടുതലായിരിക്കുമെന്ന്. പക്ഷേ അല്ല, ആ റവയിലൊക്കെ പിടിച്ചു വരുമ്പോഴത്തേന് ഒരു ഇച്ചിരി മധുരം ഒരു പൊടിക്ക് മുന്നേ ആയിരിക്കാം, പക്ഷേ എന്നാലും ആ ടേസ്റ്റ് ആയിരിക്കുമേ. ഇതൊക്കെ ശരിക്കും ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി, ഒരു വട ഒക്കെ വെച്ചിട്ട് എല്ലാം കൂട്ടി കഴിക്കുമ്പോൾ ഒരു ഇച്ചിരി മധുരം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ കേസരിയുടെ പരുവം എന്ന് പറയുന്നത് ഈ ഒരു ബബിൾസ് വന്ന് തുടങ്ങുകയല്ലേ, ആ സമയത്ത് നമ്മൾ മൂപ്പിച്ച് വെച്ചേക്കുന്ന എല്ലാം ഇതിനകത്തോട്ട് ഇടണം. എന്നാലേ ആ ആപ്പിളിൻ്റെയും അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ബദാം ഇതിൻ്റെ എല്ലാ ഒരു ഫ്ലേവറും കൂടെ ഇതിനകത്തോട്ട് ആവണം. പിന്നെ ഇതിൻ്റെ അയവ് എന്ന് പറയുന്നത് ചിലർക്ക് ഒരുപാട് കട്ടിയാവുന്ന ഇഷ്ടമാണ്, കാര്യം പീസായിട്ട് മുറിച്ച് കഴിക്കാനായിട്ട്. എന്നെ സംബന്ധിച്ച് പറയുവാന്നേൽ എനിക്ക് അത്രയും ഇഷ്ടമല്ല. എന്നാന്ന് വെച്ചാൽ ഇച്ചിരി കുഴഞ്ഞ പരുവത്തിലാണ് എനിക്കിഷ്ടം. കാര്യം എന്നാന്ന് വെച്ചാൽ അതൊരു ആ സോഫ്റ്റ്നെസ് വരും. നമ്മുടെ കേസരി എത്ര സോഫ്റ്റ് ആവണോ അത് നമ്മൾ ആ വെള്ളം ഒഴിക്കുന്ന പോലെ ഇരിക്കും. ഇപ്പം ഞാൻ ഒഴിച്ച അളവിനനുസരിച്ച് ഒഴിക്കുവാന്നേൽ കുറച്ച് നല്ല സോഫ്റ്റ് ആയിരിക്കുമേ. അതല്ല ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് ലൂസ് വേണം ഇല്ലയെന്നല്ല, ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് അതിനെ മാക്സിമം കട്ടിയാക്കി എടുക്കുവാന്നെങ്കിൽ അത്രയും വെള്ളം ഒഴിക്കുക. എനിക്ക് കുറച്ച് അയഞ്ഞ പരുവാണ് ഇഷ്ടം. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പ്ലേറ്റിലൊക്കെ ഒഴിച്ച് വെക്കുവാന്നേൽ കട്ടിക്ക് മുറിച്ചെടുക്കാൻ നോക്കില്ല, പക്ഷെ ഫ്രിഡ്ജ് വെച്ചേച്ച് മുറിച്ചെടുക്കാൻ നോക്കും. അല്ലാതെ ചെയ്യുവാന്നേൽ ഈ ഒരു ബൗളിനകത്തൊക്കെ വെച്ച് സ്പൂണിനകത്ത് കോരി കഴിക്കാൻ നല്ല ടേസ്റ്റായത്. അഥവാ നമ്മൾ ഇനിയിപ്പോൾ ഉണ്ടാക്കി വെച്ച കേസരി ഒരു ഇച്ചിരി ടൈറ്റായി പോയി എന്ന് വിചാരിച്ചോ, ഒന്ന് നല്ല ഫ്ലെയിം അങ്ങോട്ട് കൊടുത്തേച്ച് ഇച്ചിരി തിളച്ച വെള്ളം എടുക്കുക, എന്നുവെച്ചാൽ ഇതിനകത്തോട്ട് ഒഴിക്കുക, നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കുക. നമുക്ക് ഏത് അയവാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ അയവിന് ഒന്ന് കുറുക്കിയെടുത്തേച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ നമ്മുടെ കേസരി. ഇതിനകത്തോട്ട് വാങ്ങുന്നതിന് മുമ്പ് ഒരു ഇച്ചിരിയും കൂടി ഏലക്കാപ്പൊടി ഇടുവാണേൽ ആ മണം നിറം പക്ഷേ നമുക്ക് വെളിയിൽ കിട്ടുന്ന പോലത്തെ ഒന്നും കിട്ടുകയില്ല. നമ്മുടെ എന്താ പറയുക, അടുക്കളയിലെ മഞ്ഞപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. അതിനോളം ആരോഗ്യം വേറൊന്നിനുമില്ല, നല്ല സേഫാണ്. പിന്നെ പശു നെയ്യാണ് ഒഴിച്ചേക്കുന്നത്, അതും നല്ലതാണ്. ഒന്നും ആർട്ടിഫിഷ്യലില്ല, പക്ഷേ നല്ലൊരു കേസരിയും കഴിക്കാം. ഇപ്പം എല്ലാവർക്കും കേസരി ഉണ്ടാക്കേണ്ട അളവ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി കാണും. ഇനി ഞാൻ കൂടുതലൊന്നും പറയാനില്ല. പക്ഷേ ഇതിനകത്തൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് എന്നാ, നമ്മൾ ആപ്പിൾ ചേർത്തേക്കുക. ചിലർക്ക് പൈനാപ്പിൾ കേസരി ഉണ്ട്, അതിനകത്ത് പൈനാപ്പിളിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ എസൻസ് ഒഴിക്കാറുണ്ട്. അതിനകത്ത് കുറച്ച് പൈനാപ്പിളും കൂടി ഇട്ട് കഴിഞ്ഞാൽ, ആപ്പിളിന് പകരം ഇട്ട് കഴിഞ്ഞാൽ അതും നല്ല ടേസ്റ്റാണ്. ഇനി എല്ലാവരും വീട്ടിൽ എന്താ പറയുക, നവരാത്രിക്ക് ഉണ്ടാക്കി നോക്കുക. ഇത് ചുണ്ടൽ, കേസരി, തിരുമധുരം ഇതെല്ലാം കൂടെ വെച്ച്
നല്ലൊരു നവരാത്രി എല്ലാവർക്കും നേരുകയാണ്.